പടം പോരാ. ഇൻട്രോയിലൊക്കെ വലിയ പ്രശ്നമില്ലായിരുന്നു. ഇൻട്രോനേഷൻ ഒട്ടും പോരാ. പ്രതീക്ഷ ഒരു സംഭവമൊന്നുമില്ല. ഇൻട്രോയിലൊരു പശ്ചാത്തലം മാറി അടുത്ത സെക്കൻഡ് ഹാഫ് ആയപ്പോൾ അത് മൊത്തം പോയി. പടം നീവരെണ്ണം തിരിച്ചു വന്ന്, അതായത് പടം കണ്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടാണ് വന്നത്. കാരണം ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം നിവിൻ പോളി തിരിച്ചു വന്നു. കാര്യം നമ്മുടെ ജനങ്ങളെല്ലാവരും കരയിപ്പിച്ചോളാണ്. ഞാൻ സങ്കടം കൊണ്ടാണ് പറഞ്ഞത്. കാര്യം അതായത് നമ്മുടെ ആടുജീവിതം പോലെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പാവപ്പെട്ടവൻ ഒരു കൈലിയും ഒരു കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ടാണ് പോയി ഹിറ്റടിച്ചത്. ഒരു മരുഭൂമിയിൽ പോയി നിന്ന് അവിടെ ഒരു പാകിസ്ഥാനിയുടെ കൂടെ നിന്ന് ജോലി ചെയ്ത് ഒട്ടകത്തിനെ നോക്കാൻ നിന്ന്. ഏത് മലയാളി ഫ്രം ഇന്ത്യ, ജാഗ്രഹയും ബീർ ജവാൻ ജിയോ ജായ് ഹിന്ദുസ്ഥാൻ. നമ്മൾ ഇന്ത്യക്കാരനെന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ അഭിമാനിക്കണം. അതാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല, പൊളിയാണ്. സിനിമ എങ്ങനെയുണ്ട്? സിനിമ കൊള്ളാം. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല സിനിമ, നല്ല സിനിമ. ജനഗണമനയ്ക്ക് ശേഷമുള്ള ഇതാണ്. അപ്പോൾ ആ രീതിക്ക് സിനിമ നിവിൻ പോളിയുടെ ബ്രോ സിനിമ എങ്ങനെയുണ്ട്? ചേട്ടാ സിനിമ എങ്ങനെയുണ്ട്? നിവിൻ പോളിയുടെ ആക്ടിങ് എങ്ങനെയുണ്ട്? നന്നായിരുന്നു. എങ്ങനെ കോമഡി ആണോ? ഫുള്ള് കോമഡി അല്ല, കുറച്ചൊക്കെ. സിനിമ എങ്ങനെയുണ്ട്? വെരി ഗുഡ്. I really liked it. Nivin Pauly was very good. His acting, it's like a comeback. The old Nivin is back. That's all. It's a very good movie. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? ഇപ്പം ഡയറക്ടറിന്റെ ബാക്കിയുള്ള സിനിമ വെച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെയാണ് ജനഗണമന? ഇതിനകത്തിലും നമ്മുടെ എന്താ മലയാളത്തിന് വേണ്ടിയുള്ള പടമാണിത്. പിന്നെ ഇപ്പം നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും അതിൻ്റെ ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് എന്താ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അങ്ങനത്തെ ബോണ്ടിങ് ആണ് പറയുന്നത്. അത്യാവശ്യം പടം അടിപൊളിയാണ്, മസ്റ്റ് വാച്ചാണ്. കോമഡി ഉണ്ടായിരുന്നു? കോമഡിയാണ്. കോമഡി ഞാനും നിവിൻ പോളിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. അവരെ കോമ്പോ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഡിജോയുടെ പടം എന്നുള്ള രീതി കാണാം. നിവിൻ്റെ കോമഡി സാധനങ്ങളൊന്നും ഇപ്പോൾ നിതിൻ മോളിയൊക്കെ കണ്ടിട്ട് വന്നിട്ട് അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് വരാൻ പാടില്ല. ഡിജോയുടെ പടം എന്നുള്ള രീതി നല്ല പടമാണ്. ഡിജോയുടെ ബാക്കിയുള്ള സിനിമ വെച്ച് നോക്കുമ്പോൾ ആ ഒരു റേഞ്ച്, ആ ഒരു കൈൻഡ് ഓഫ് പടം തന്നെയാണ്. ഡിഫറെന്റ് സ്റ്റോറിയാണ്, പക്ഷെ കൊള്ളാം, നല്ല പടമാണ്. ഞാനും നിവിനുമായിട്ടുള്ള ഒരു അങ്ങനെയൊന്നും നമുക്ക് പറയാനുള്ളൊരു സാധനമൊന്നും ഇല്ല ആക്ച്വലി. അതൊന്നും അങ്ങനെ കോമ്പിനേഷൻസ് കൊണ്ട്, ബട്ട് അങ്ങനെ കോമഡി വർക്കൗട്ട് ആവുന്ന സാധനങ്ങളൊന്നും ഇല്ല. കുറച്ച് സീരിയസ് ആണ് കഥ ആക്ച്വലി. സ്റ്റോറി വൈസ് ആയിട്ട് കൊള്ളാം, നല്ലൊരു സിനിമ തന്നെയാണ്. എങ്ങനെ കോമഡിയും കാര്യങ്ങളാണോ സിനിമ? കുറച്ച് കോമഡി ഉണ്ട്. വരുമ്പോഴത്തേക്ക് കോമഡി അല്ല, വേറൊരു ട്രാക്കിലോട്ടാണ് പടം പോകുന്നത്. ഇപ്പം ഡയറക്ടറിന്റെ പഴയ സിനിമ വെച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെയാണ്? അതേ റേഞ്ച് തന്നെയാണ്, പടം തന്നെയാണ്, ഫീൽ ഗുഡ് പടമാണ്. അതേ സെയിം റേഞ്ച് തന്നെയാണ് പോകുന്നത്. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടാം. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഞാനും നിവിനുമായിട്ടുള്ള സീൻസൊക്കെ കുഴപ്പമില്ല. അല്ല, മൊത്തത്തിൽ പടത്തിൽ ഒരു ഇമ്പാക്ട് കിട്ടിയില്ല. വേറെ കുഴപ്പം. ഇപ്പം ഡയറക്ടറുടെ ബാക്കിയുള്ള സിനിമ അത് വെച്ച് നോക്കുമ്പോൾ ഇമ്പാക്ട് കിട്ടിയില്ല. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ ആയിരുന്നു, പ്രത്യേകിച്ച് പറയാൻ വേണ്ടി ഒന്നുമില്ല. എങ്ങനെ കോമഡി ആണോ എന്താണ്? ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ് വേറെ വേറെ മൂവിയുടെ പോലെ. ഫസ്റ്റ് ഹാഫ് വാസ് കോമഡി, പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് കുറച്ച് സീരിയസ് ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഞാനും നിവിനുമായിട്ടുള്ള സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഭയങ്കര ക്രിഞ്ചായിരുന്നു. എന്തോ ചെയ്യും, കോമഡി ആണോ പടം സീരിയസ് ആയിട്ടാണോ? ഫസ്റ്റ് ഹാഫിൽ കോമഡി എല്ലാം വർക്ക് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കുറെ ഇമോഷൻസ് ഒക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ട് മൊത്തത്തിൽ ഇപ്പം ഡയറക്ടറിന്റെ ബാക്കിയുള്ള സിനിമ വെച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെയാണ്? ക്വീനിലും അത്യാവശ്യം ക്രിഞ്ച് ഉണ്ടായിരുന്നു. ഇത് ജനഗണമന വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് വേറെ തന്നെ ഒരു രീതിയിൽ. ഞാനും നിവിനുമായിട്ടുള്ളത് കുഴപ്പമില്ലാതെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് ഫുള്ള് നല്ല ലാഗാണ്. ഇപ്പം ഡയറക്ടറിന്റെ ബാക്കിയുള്ള സിനിമ വെച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെയാണ്? ബാക്കിയുള്ളത് ഒരു തീം കൊണ്ടുവന്നിട്ട് അത് ഒരു ഫ്ലോയിൽ തന്നെ പോയിട്ടുണ്ട്. പക്ഷേ ഇതിൽ കോമഡി എല്ലാം കൂടി മിക്സപ്പ് ചെയ്യുന്നപ്പം ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല പടത്തിന്. അതാണ് മെയിൻലി ഉള്ള ഇത്. ഫസ്റ്റ് ഹാഫ് പിന്നെ ധ്യാനും നിവിനുള്ള കോംബോ സീൻസൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഇത് വന്നപ്പം സെക്കൻഡ് ഹാഫിൽ ഫുൾ ലാഗാണ് കൂടുതൽ. ഫുള്ള് ഫണ്ണും സീരിയസ് ആയിട്ടുള്ള ഒരു പടം. ഫണ്ണും സീരിയസ് ആയിട്ടുള്ള പടം. അതിൻ്റെ ഒരു ബജരംഗി ഭായിജാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സിനിമയാണ്.
ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ട കുറേ കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ റിഫ്ലക്ട്. എനിക്ക് ഇതേപോലത്തെ സെയിം സാഹചര്യങ്ങൾ പല മലയാള സിനിമകൾ തന്നെ കണ്ടില്ലേ എന്നുള്ള രീതിയിൽ. കാരണം അത് ഇന്ന് മാത്രമല്ല, ഒരു 5-6 വർഷം മുമ്പ് തന്നെ ഇറങ്ങിയ പല സിനിമകളുടെ ഈ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് പല സിനിമകളുടെയും കുറേ റിപ്പീറ്റേഷനായിട്ട് വന്നതെന്ന് എനിക്ക് തോന്നി. അത് ചെറിയൊരു ഇതായി. പക്ഷേ അതെല്ലാം റെലവൻ്റ് ആണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് 2 രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്ന, പ്രത്യേകിച്ച് ഒരു നായകൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്താണ്. ആ ഭാഗത്ത് നിന്ന് ടിപ്പിക്കലായിട്ട് നമ്മളിന്ന് കാണുന്ന വാർത്തകളിൽ കാണുന്ന പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, അതിൽ കൂടെ തമാശകൾ ഉണ്ടാക്കുക. പിന്നെ അതിനുശേഷം അതൊരു സീരിയസ് ആയി മാറുക. കാരണം നമ്മൾ കയ്യിൽ നിന്ന് പോവുക എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു പോവുക, അങ്ങനത്തെ കുറച്ച് സാഹചര്യങ്ങൾ. പിന്നെ ഒരു നായകന് ഇന്ത്യയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം, പിന്നെ അവിടെ വേറെ ഒരു അന്യരാജ്യക്കാരനെ കാണുന്നത്, അങ്ങനെയൊക്കെ പോയാണ് കഥ നടക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു പുതുമ ഉള്ള ഒരു പ്രമേയമല്ല. ഇതിപ്പം ബജ്രംഗി ഭായ്ജാൻ ഏകദേശം 10 വർഷത്തിന് മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. അപ്പം അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി റിപ്പീറ്റേഷൻ, നമ്മൾ കണ്ട കുറേ കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ പറഞ്ഞത്. ആത്യന്തികമായിട്ട് ഇതൊരു നന്മ അല്ലെങ്കിൽ ഒരു സമാധാനം കാക്ഷിക്കുക. എല്ലാ നാട്ടുകാരും സമാധാനകാംക്ഷികളാണ്. പക്ഷേ അതങ്ങനെയല്ല പ്രചരിപ്പിക്കുന്നത് എന്നുള്ളൊരു സന്ദേശം കൊടുക്കാനാണ് സംവിധായകൻ ഈ ഒരു സിനിമ വഴി ഉദ്ദേശിക്കുന്നത്. പടം ഒരു എബോ ആവറേജ് ആണ്. നിവിൻ്റെ കംബാക്ക് എന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ലതായിരുന്നു. നിവിനും ധ്യാൻ്റെ കോമ്പിനേഷൻ വളരെ നന്നായിട്ടുണ്ട്. ഒരുപാട് കോമഡി കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ലതാണ്. പിന്നെ അതുപോലെ പാട്ടുകൾ അത്രത്തോളം എത്തിയിട്ടില്ല. പക്ഷേ ഡിജോ ജോസിൻ്റെ ഡയറക്ഷൻ വലിയ തെറ്റില്ല, നന്നായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് നല്ല മെസ്സേജ് ഉണ്ട്. ഒരു ജസ്റ്റ് ക്യാമിയോ പോലെ തന്നെ സലീം കുമാറുണ്ട്, അതുപോലെ ഷൈൻ ടോം ചാക്കോ ഉണ്ട്. അതൊക്കെ ഒരു നല്ല സൈറ്റായിരുന്നു. കാരണം ഒരുപാട് നല്ല മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്ന ഇതുണ്ടായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ ഒരുപാട് കണ്ടൻറ്റ് കുത്തി നിറച്ചു എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ നല്ല സെൻറ്റിമെൻ്റൽ സീൻസ് ഉണ്ട്, നല്ല കോമഡി ഉണ്ട്. മൊത്തത്തിൽ ഒരു നല്ല മൂവി. എന്തായാലും എല്ലാവർക്കും ഒന്ന് തിയേറ്റർ മസ്റ്റായി കാണണം. അതിന് ഒരിക്കലും തിയേറ്റർ മിസ് ചെയ്യരുതെന്നാണ് പറയാനുള്ളത്. ഞാനും നിവിന് നല്ല കോമ്പിനേഷനാണ്. ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് കോമഡി ഉണ്ട്, നല്ല രസമുണ്ട്. ആളുകൾക്കെല്ലാം നല്ല രീതിയിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ പോലും ഒരുപാട് സെൻറ്റിമെൻ്റൽ, ഒരുപാട് ഇത് ലാഗോ എവിടെയെങ്കിലും വരുമെന്ന് തോന്നുന്ന സമയം ഒരുപാട് കോമഡീസ് ഉണ്ട്. അത് ഓവർക്കമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഒരു നല്ലതാണ്. എന്തായാലും വന്ന് കാണാനുള്ളതുണ്ട്. ഡയറക്ടറിന്റെ ബാക്കിയുള്ള സിനിമ വെച്ച് നോക്കുമ്പോൾ ഇത് എങ്ങനെയാണ്? ജനഗണമനേരെ അത്രത്തോളം വരില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ എന്നാൽ പോലും നല്ല മൂവിയാണ്. എന്തായാലും ഒന്ന് തിയേറ്ററിൽ ഒന്ന് കാണാനുള്ളതാണ്. നിവിൻ്റെ കംബാക്കാണ്. നിവിൻ്റെ നല്ല ആക്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു പൊളിറ്റിക്കൽ സെറ്റയർ പ്ലസ് കുറേ മെസ്സേജസ് ഉണ്ട്. കുറേ രാഷ്ട്രീയമായ കാര്യമായ മെസ്സേജുകളും, അതുപോലെ എഡ്യൂക്കേഷൻ ആണ് രാഷ്ട്രീയത്തിന് മുകളിൽ നമുക്ക് വേണ്ടത് എന്നുള്ളൊരു മെസ്സേജ് കാര്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ കേരളത്തിലെ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് ഒരു വലിയൊരു മെസ്സേജ് തരുന്ന മൂവിയാണ്.